Hi guys, welcome back to our channel Liasim. വെൽക്കം ചെയ്താട്ടോ. അപ്പം ഇന്ന് നമ്മള് സലൂണിലേക്ക് പോവാണ്. സലൂൺ അപ്പം ഫാമിലി നമ്മളവിടെ പോവാണ്. നമ്മളവിടെ തന്നെ അല്ല ബ്യൂട്ടി സലൂണിലേക്കാണ് പോണത്. ഒന്നുമില്ല, ഒന്നും ചെയ്യാനൊന്നുമല്ല, ജസ്റ്റ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. മേ ബി നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമുക്ക് നല്ലതാന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യും അല്ലേ. ഞാൻ രാവിലെ ഓരോ വിളിച്ചിരുന്നു ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്. എനിക്ക് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് വിത്ത് ബോട്ടോക്സ് അല്ലെങ്കിൽ സ്മൂത്തനിങ് പിന്നെ ഹെയർ കട്ട് അങ്ങനെ പലതും ചെയ്യാൻ. ഉമർക്ക് ഒന്നുകൂടെ മൊട്ടാക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാ സംഭവങ്ങൾ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ആ വീഡിയോ നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ വേഗം പോയിട്ട് മാറ്റി വരാം. ക്യാമറമാൻ വേണുവിനോടൊപ്പം അപ്പൻ്റെ ഒമരവിടെ നമുക്ക് പോവാന്ന് പറഞ്ഞാ നമ്മള് പോവാല്ലേ. ഒമര് ട്രൗസർ ഇട്ടിട്ടില്ല ഗേസ്, ഒമര് ട്രൗസർ ഇട്ടില്ല. ബാഡ് ബോയാ ഒമര്. അങ്ങനെ പയ്യതില്ലേ, അങ്ങനെ പറയാൻ പറ്റുമോ ഒമര ഗേസ്? നമ്മള് രണ്ടാളും റെഡി ആയിരിക്കുന്നു ഗേസ്. ഒമരും ഒമറിന്റെ അപ്പയും റെഡി ആയിട്ടുണ്ട്. ഹലോ പറ, നമ്മള് റെഡി അല്ലേ? നമ്മള് റെഡി അല്ലേടാ? റെഡിയാന്ന് പറഞ്ഞാടാ. റെഡി അല്ലേ ഒമര? ഒമർ കൽബ റെഡി അല്ലേ? നമ്മള് റെഡി അല്ലേടാ? പോവാന്നാല് നമ്മള് പോവാൻ പോവാണ്. ഒമറിന്റെ മമ്മതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞു ഗൈസ്. അപ്പോൾ പോവാണ് ഗൈസ്. ബൈ ബൈ എന്നാണ് നമ്മുടെ. ഞാൻ അവിടെ എത്തിയിട്ട് കാണാന്നറി, അവിടെ എത്തിയിട്ട് കാണാന്നറി. വൈറ്റോ ബ്ലാക്ക് ഇട്ടോ അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? പോവാന്ന് പറഞ്ഞാൽ നമ്മള് പോവാന്ന് പറഞ്ഞാളെ, പോകാണെന്ന് പറഞ്ഞാളാ. ബൈ. ബാക്കി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? നമ്മള് പോവാല്ലേ? നമ്മള് പോണ ഹാപ്പിനെസ്സിലല്ലേ? ഒമറെ ഒമറിന്റെ ഇറച്ചി ഒമറിനോട് അയക്കണ അമ്മക്ക് അറിയില്ല. ഒമറെ ഒക്കെ അമ്മ അടുത്തൊക്കെ ഉണ്ട് ചോദിച്ചോക്കി. അമ്മ അടുത്തൊക്കെ ഉണ്ടാക്ക അല്ലേ? അമ്മക്ക് അറിയില്ല. അമ്മക്കറിയില്ല. ബൈ ബൈ അവിടെ തിരി കാണാറ്. റെഡി പോവാ ഗേസ്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഗേസ്.
യാസിമ വിത്ത് ഒമർ ബേബി ഇതാണ് നമ്മൾ ലെങ്ത്. ഫസ്റ്റാണ് വരുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എങ്ങനെ ആ മുകളിലുള്ള വേ എന്നറിയില്ല. ജസ്റ്റ് വി ക്യാൻ ഗോ. ഫ്ലാഷ് ഓണാണ്. ഞാൻ അറിയണ്ടല്ലോ. ഈ ഒമർ ഓമർ 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 ഞങ്ങൾ രണ്ടാളെ വീഡിയോ എടുത്ത് ലാസ്റ്റ് ഞാൻ തലകുത്തലും. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ ഇവിടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം റെൻ്റലൊക്കെ ഉണ്ട് കേട്ടോ, ഡ്രസ്സസൊക്കെ. അത് ഇതുകൊണ്ട് ഇവിടെ. ആൻഡ് വി ആർ ഗോയിങ് ടു എ സലൂൺ. ഇത് ക്ലോസ് ചെയ്തണോ? ക്ലോസ് ചെയ്തിട്ട് ഉള്ളിൽ ആളുണ്ട്. എന്താണ് പറയാ? എന്തിനാ നമ്മള് അപ്പോൾ ഗൈസ് നമ്മളിവിടെ വന്നപ്പം ഇവിടുത്തെ ആളില്ല. ബോസ് നെഹി ഇവിടെ ഉള്ള ആൾക്കാരുള്ളവർക്കാണെങ്കിൽ മലയാളവും അറിയില്ല. സോ വി ആർ ട്രാപ്ഡ്. എൻ്റെ മുഹമ്മദ് യാസിൻ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വന്നാളത്. അപ്പം യെസ്, ബോസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. വരുവായിരിക്കും. വരുന്ന വരെ നമ്മളിവിടെ ഇങ്ങനെ അവർക്ക് നിന്നൊരു ചടപ്പ് എപ്പോഴും പോകണം. വണ്ടിമ പോയാലാണെങ്കിലോ ടീം ഉറങ്ങുകയും ചെയ്യും. അതാണ് അമറിൻ്റെ മെയിൻ പരിപാടി. എന്താ പറയാ? അവർക്കൊന്നും പറയാനില്ല. അപ്പം സംഭവം സെറ്റപ്പൊക്കെയാണ്. നമുക്ക് ബോസ് വരുന്നവരെ വെയിറ്റ് ആക്കാം. കെമിക്കലായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ ടൈം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വരുമ്പോൾ ലേശം നേരത്തെ വന്നിട്ട് ഒരു 11 o'clock വന്നാൽ മതി. 11 മണിക്ക് വന്നാൽ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ഇല്ലേ, സ്ട്രൈറ്റനിങ് അല്ലാതെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ലെയർ ഒന്നുകൂടി കിട്ടും. അപ്പം നോക്കാം. ഇപ്പം നമുക്ക് എന്ത് ചെയ്യണ്ടേ? ഇത് കൊടുക്കണോ? ഡാൻഡ്രഫ് ഉണ്ടോ? നിങ്ങൾ ലേസിന്റെ എങ്ങനെയൊക്കെയാണോ പറഞ്ഞത്? അത് ഞാനാ പറഞ്ഞേ. लेस है ना, वो जाने के लिए कौन सा वाला अच्छा है? देखा ना बाल में, देखा ना वो जाने के लिए अच्छा है। അന്ന് വന്നത് നിങ്ങളെ സിസ്റ്ററാ? നേരെ സിസ്റ്റർ. അന്ന് കൂടെ ഞാൻ ഫോണിൽ ചോദിച്ചില്ലേ നിങ്ങൾ കൂടെ വന്നു? അന്ന് നിങ്ങളെല്ലാരും വന്ന് വേറെ താത്തല്ലായിരുന്നു. ഞാൻ അവരാന്ന് വിചാരിച്ചേ നിങ്ങൾ വിളിച്ചപ്പോ. ബ്രദർ വൈഫ് അല്ലേ? കാരണം അവരെന്നോട് ചോദിച്ചിരുന്നത് ബട്ടർഫ്ലൈ കട്ട് ചെയ്യുമെന്ന് ചോദിച്ച ആള്. ഓയിൽ ഒരുപാട് ഉപയോഗിക്കണ്ടോ? ഓയില് ഡാൻഡ്രഫിന് വേറെ കേട്ടോ. നമ്മളിപ്പോ സലൈഡൊക്കെ ഉണ്ടല്ലോ, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മാറിപ്പോവല്ലോ. ഇതിപ്പോ എല്ലാം ഒരുമിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ച് സമയമല്ലേ? ഒരു ദിവസം രാവിലെ വന്നാൽ മതിയാവും അല്ലേ? ഇവരിപ്പോ അടയിരിക്കുമ്പോഴല്ലോ കുറച്ച് വിശക്കുമ്പോ. ഇപ്പൊ എനിക്ക് ഡാൻഡ്രഫ് ചെയ്യാം. ആദ്യം ആയിക്കോട്ടെ, വാഷ് ചെയ്യാണ്ട്.
അപ്പൊ ഗൈസ് യാസിമിന് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എടുക്കാണ്. അതിന് വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് ഹെയർ വാഷ് ചെയ്യാണ്. യാസിമ എങ്ങനെയുണ്ട്? അടിപൊളി. വാഷ് നമ്മളെ വാഷ് ചെയ്യണ ചേട്ടനിതാണ്. എന്തായാലും നല്ല സംഭവം. ഒമർ ബേബി ഇതാണ്ട് അവിടെ ഇവിടെ ഉള്ള ഏട്ടൻ്റെ കൂടെ കളിക്കുകയാണ്. ഒമർക്കും ഒരു ഇഷ്യൂ ഇല്ല, നല്ല രീതിയിൽ കളിക്കുന്നത്. അത്യാവശ്യം സെറ്റപ്പുള്ള നല്ലൊരു സലൂണാണ്. പിന്നെ ഇത് ജെൻസിൻ്റെ ഏരിയ ആണ്, ലേഡീസിന് അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പം എനിക്കിനി ചെയ്യുന്ന ടൈമിൽ ഒമർ ബേബിനായിട്ട് വന്നാൽ പ്രൈവറ്റ് ഏരിയ തരാറുണ്ട്, ഫീഡ് ചെയ്യാനും സംഭവത്തിനൊക്കെ. അതിനുള്ള പ്രൈവസിയും സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം യാസിമിൻ്റെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റിൻ്റെ വാഷിങ് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് അവരെന്തോ ചെയ്യും നോക്കാം നമുക്ക്. യാസിമ കുളിക്കാത്തോണ്ട് ഇവിടെ വന്ന് കുളിച്ച്. ഇല്ല എൻ്റെത് ഈ റേറ്റും സംഭവങ്ങളൊക്കെ നല്ല വൈബ് അടിച്ചിട്ടുണ്ട്. ചെയ്യണ്ട കേസ്. 2-3 ഇത് ഇരിക്കേണ്ടി വരും, സിറ്റിങ്സ് ഇരിക്കേണ്ടി വരും ചിലപ്പോൾ, എന്നാലേ പോകുള്ളൂ. മറ്റെന്താ വെച്ചാൽ ഒരു ബ്ലാക്ക് ടീഷർട്ട് കിട്ടാൻ കറക്റ്റ് സംഭവം എന്തൊക്കെ ഉള്ളതെന്ന് അറിയും. അതുകൊണ്ടാണ് ഈ സാധനം ചെയ്യുന്നത്. ഇതിപ്പോൾ എത്ര സമയം എടുക്കുമോ? ടൈം അവർ അപ്പൊ അടിപൊളി 1.5 മണിക്കൂർ എടുക്കുന്ന അവര് പറയണേ ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ്. നമ്മൾ നോക്കാം. ഇവര് ഹെയർ ലെയറായിട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്രീം തേച്ച് എന്തോ ചെയ്യും. സംഭവം ഡാൻഡ്രഫ് വൈറ്റ് സാധനം ഇളകി വരുന്നുണ്ട്. ആ എല്ലാം ഒരു വൈറ്റ് പൊടി. ഞാൻ ക്രീമാണോ ഒരു തേക്ക? ആ ക്രീമാണ്. ഒമര ആരെടുത്ത? ഈ ഒരു സ്റ്റേജ് ഒരു 6 മാസം വരെ കുട്ടികളെല്ലായിടത്തും പോകും. കഴിഞ്ഞാൽ പിന്നെ അച്ഛനും അമ്മേനെയും വരെ ഐഡന്റിഫൈ പിന്നെ വരും. ലിയ ഫീഡ് ചെയ്യാൻ പോയിരിക്കണ കേസ് ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഉമ്മർ ഫുള്ള് സീനാക്കിയിട്ടാണ്. ഗേസ് ഹെൽമെറ്റൊക്കെ ഇട്ടിക്കണം. ഹെൽമെറ്റൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഗേസ്. ഇത് എത്ര മിനിറ്റ് നിൽക്കണം ഭായി? ज़्यादा हीट हुआ तो ആ ഓക്കെ ഓക്കെ. ലിയ അപ്പുറത്ത് ഫീഡ് ചെയ്യാൻ പോയിക്കണ്. ഭയങ്കര എന്താന്ന് അറിയില്ല കേസ്. ഡാൻഡ്രഫ് പോയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ മെയിനായിട്ട് ചെയ്യണത് എന്താ വെച്ചാൽ ഭയങ്കര ഡാൻഡ്രഫിന് ഭയങ്കര പ്രശ്നം എന്ന് വെച്ചാൽ വൻ സീനും ഭയങ്കര ഈ വൈറ്റ് ബ്ലാക്ക് ടീഷർട്ടൊക്കെ ഇടുമ്പോൾ അതിലൊക്കെ ഫുള്ള് ഡാൻഡ്രഫ് വേണ്ടേ ഭയങ്കര ഒരു സീൻ.
അങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഹെൽമെറ്റൊക്കെ വെച്ചോണ്ടിരിക്കുന്നു. ഇത് മീറ്റ് കഴിക്കാം. ഇത് ആവി പിടിക്കാം കേട്ടോ. ആവി കൊള്ളിക്കുന്ന പ്രോസസ്സാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗേസ് ഇവിടെ ലിയ വന്നിക്കണ്. മറ്റുള്ള ഇറങ്ങിയ ചിരിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് യാസിം ഒരു സ്പാക്ക് ചെയ്യണതാണ്. അപ്പം യാസിമിന് നല്ല പ്രാന്തുണ്ട്. ഡാൻഡ്രഫ് യാസിമിനെ ഇതാക്കണ്. അപ്പം അത് കഴിഞ്ഞ് ഇനിയുണ്ട്. ടൈം എടുക്കൂലേ? 1.5 മണിക്കൂർ എടുക്കുമെന്നാ പറഞ്ഞേ. അപ്പം ഇന്നാരോ വിളിക്കണ്ടേ, വിളിച്ചു. യാസിൻ്റെ കണ്ണ് കാണില്ല, മൊത്തമായിട്ട് ഓടി അങ്ങനെ വെക്കുന്നു. ഞാനും അമറുകുട്ടൻ ഉറങ്ങി. പിന്നെന്താ യാസിൻ്റെ ഒരു അഭിപ്രായം? പിന്നെ സ്റ്റീം ചെയ്യുമ്പോൾ ചൂടെടുക്കൂല മണ്ട. എനിക്കറിയില്ല. ഞാൻ അതിന് പറഞ്ഞ മറ്റേ ആവി പിടിക്കാൻ തിരക്ക്. ആവി പിടിക്കാതെ തന്നെ സ്റ്റീം ചെയ്യല്. കണ്ണാച്ചി ഒരു ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ ചേട്ടന് തല വന്ന് വെള്ളറ്റു പഠിക്കാണ്ടില്ല. എനിക്കില്ല, നിങ്ങൾക്ക് എനിക്കിനൊക്കെ കുറച്ച് ചെറിയൊരു ധാരണ ഉണ്ട്. ഇങ്ങനത്തെ തോന്നെ പരിപാടിയും കിട്ടോ നമുക്ക് അറിയാൻ കിട്ടും. നിങ്ങൾക്കിന്ന് ആൾക്കെല്ലാം എനിക്കൊന്നും അറിയില്ല. ഞാൻ വീഡിയോ കാണില്ല. ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ളൂ. മുഖമൊക്കെ ഇതാക്കാൻ മാറ്റം ഞാൻ തേങ്ങ ആക്കും നിങ്ങൾ മുഖം മാറ്റുന്നത്. അപ്പം ഇവിടുത്തെ ആൾ ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ ഗൈസ്. ഞാനും എൻ്റെ മറുകുട്ടനും അപ്പം ഞാനും ഉമ്മറും ഇവിടെ ഇരിക്കുന്നുണ്ട്. താടി ഘടിപ്പിച്ചു. അപ്പം ഗൈസ് ഇവിടുത്തെ എന്താ നല്ല എനിക്കിഷ്ടമായി. സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഞാൻ മോനിക്ക് പോയി ഫീഡൊക്കെ ചെയ്ത് വന്ന്. ലേഡീസിനാണെങ്കിൽ വേറെ ഉണ്ട്, ജെൻസിന് അവിടെ. തമ്പനിയിൽ സെറ്റാക്കാൻ വേണ്ടി അതിൻ്റെ ഞാനും പറഞ്ഞു. ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ്. ട്രീറ്റ്മെന്റ് ആണ് പൊട്ടത്. അതിനകത്ത് തലയിൽ വെള്ളം പിടിക്കാണ്ടിരിക്കാൻ അപ്പൊ യാസിമിന്റെ സ്റ്റീമൊക്കെ കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് പിന്നെ വാഷ് ചെയ്യാൻ പോയിട്ടുണ്ട്. ബംഗാളിക്കാർക്ക് പറയുന്നുണ്ട്. നമുക്ക് മനസ്സിലായി. രണ്ടാളും കൂടി കാട്ടും.
വാഷ് ചെയ്ത് കഴിഞ്ഞ് യാസ്മിൻ്റെ ഒരു രോമം എടുക്കാൻ താടിന്ന് ഞാൻ പറയില്ല. Guys, താടി കൂടിയോണ്ട് shave ചെയ്യാൻ അതെ മറ്റേ താടി തോന്നുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ എന്നെ ഭയങ്കര ക്രീം മണ്ടേക്ക് വട്ട ക്രീം തേക്കാൻ മീശോ നോക്കരുത് യാസി. ഓ ഓ ഓ ഞാൻ ആദ്യമായിട്ടായിട്ട് ഇതൊക്കെ തേക്കണേ. ഇവിടെ നിന്ന് ഇറങ്ങിയാ പോകാൻ ഇതെന്തിനാ തേക്കണേക്കില്ലേ? പക്ഷെ മോനെ ചെയ്യണം. ഇത് ചെയ്യണ രസമാണ്. കുട്ടികൾ ഐസ്ക്രീം അയ്യോ രസമുണ്ട് തടിച്ച്. ഫൈനലി ഗൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഭംഗി ഓടില്ല എന്തായി കുളിക്കരുത് അറിഞ്ഞില്ല 2 ദിവസം. സുഖമായില്ലേ? ഇഷ്ടം. അപ്പൊ ഗൈസ് ട്രീറ്റ്മെന്റിലും കഴിഞ്ഞ് വീട്ടിലെത്തി. ഫൈനലി കഴിഞ്ഞു ഗൈസ്. എന്നോട് കുളിക്കരുത് പറഞ്ഞു. ഇതാണ് യാസിമിന്റെ എല്ലാ പരിപാടികളും. അല്ലെങ്കിൽ ഇങ്ങനെ തല ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ തൊയ്യും. അപ്പൊ ഇപ്പൊ സാധനമൊക്കെ പോയിരിക്കണം. പക്ഷെ കുളിക്കരുത് അറിഞ്ഞു. മുടി നല്ലോണം നിൽക്കില്ലേ ഗൈസ്. അതാണ് ഇങ്ങനെ ഒരു എന്താ പറയാ സുഗുണ ലുക്ക്. അത് ഒച്ച ഉണ്ടാക്കല അവിടെ ഒരാളോ. അപ്പം യാസിന്റെ സുഖം
മുടി കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടാണ്. എനിക്ക് നല്ലൊരു സർവീസ് ആയിട്ട് തോന്നി. അവിടെ സർവീസ് ഒക്കെ സെറ്റാണ്. പിന്നെ അവിടുത്തെ ഓണർ നല്ലൊരു നല്ല ആൾക്കാർ, എനിക്ക് ഇഷ്ടമായി. ഇപ്പം ബ്യൂട്ടി പാർലറിലോ പ്രൈസൊക്കെ പാകാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പിന്നെ എനിക്ക് കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് ആണെന്ന് അറിയാം. അപ്പൊ നിങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ ഇവിടെ ഉള്ളവരൊക്കെ പോയി നോക്കാം, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഇവിടെ ലൊക്കേഷൻ വരുന്ന നമ്മളെ പയ്യാനക്കൽ പെപ്പിന്റെ മോളിൽ ആണ്. കിഡ്സ് വെയർ പെപ്പ് കിഡ്സ് വെയറിന്റെ മോളിലാണ് വരുന്നത്. കുറച്ച് ശബ്ദത്തിൽ വന്നവർക്ക് നല്ലോണം മനസ്സിലായി. ഞാൻ ശബ്ദം കുറച്ച് പറയുന്നത് എന്താ വെച്ചാല് നമ്മളെ ആള് ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ അതാണ് അല്ലെങ്കിൽ നീക്ക് ഭയങ്കര ശബ്ദം കളിയാക്കണ്ടെങ്കിൽ ചൂടായൊക്കെ ഒരു ഒച്ച വരാൻ. അപ്പം എല്ലാരും പോയൊക്കെ ഞാൻ എന്തായാലും പോകുന്നാണ് ആസിമാരുടെ. ഞാൻ വേറെ വെറുതെ തന്ത്രപൂർവ്വം കൂട്ടുകളി ഞാൻ വൈകിയ അവളെ കൊണ്ടുപോയി കൂട്ടി കണ്ടൊന്നും ചെയ്തില്ല. അയാൾ പറഞ്ഞേ ചെയ്തു, ഓഫറൊക്കെ തന്നെ. പിന്നെ ഒന്നർക്കുട്ടി ഉറങ്ങണോണ്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തു. എന്തായാലും ഞാൻ പോവും, ഒന്നുകൂടെ പോവും. എന്നിട്ട് എനിക്ക് അന്നേരം ഷോർട്ട് ഹെയർ ആക്കണം, പിന്നെ ഒന്ന് സ്മൂത്തനിങ് ഓർ പൊട്ടക്സ് ചെയ്യണം, പിന്നെ കളറും ചെയ്യണം. സംഭവം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ എങ്ങനെയൊക്കെ ചാക്കിലാക്കും, എന്നിട്ട് ഞാൻ ചെയ്യും. എന്നില്ല എനിക്കിത് ഈ ഫിസി ഹെയർ ഉണ്ടല്ലോ, ഇങ്ങനെ കോല് പോയിട്ട് നിൽക്കുന്നത്, അതിങ്ങനെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നതിനാണ് ഫിസി ഹെയർ എന്ന് പറയാം. അപ്പം ആ കോലൊന്ന് വെട്ടിക്കളയണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ഒമർ ഉറങ്ങി അവിടുന്ന് തന്നെ ഞാൻ ഫീഡ് ചെയ്ത്, അത് വലിയൊരു ഇതാട്ടോ. ഫീഡ് ചെയ്യാനൊക്കെ അവിടെ സൗകര്യം ഒരുക്കി തരും. ഫീഡിങ് റൂമല്ല, പ്രൈവസി റൂം. അപ്പം ലേഡീസിനാണെങ്കിലും ഫാമിലി സലൂണാണ്, ഫാമിലിക്ക് പോകാം. ഹസ്ബൻഡ് ആൻഡ് വൈഫിന് പോവാം, കുട്ടികൾക്കായിട്ട് പോവാം. കുട്ടികൾക്കുള്ളതുകൊണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് അവിടെ ആയി കാണിച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോയിൽ കാണാം അവിടെ ഒരു കാറ്, ആ കാറിലിരുത്തി കുട്ടികൾക്ക് കാറിലിരുത്തിയിട്ട് കുട്ടികളെ മുടിയാട്ടോ. കുട്ടികൾക്ക് വണ്ടിയിലേക്ക് ഇരുന്ന് അങ്ങനെ. അപ്പം എല്ലാവരും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നമ്മളെ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളെ ഓരോ ബ്യൂട്ടി പാർലർ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. ഓരോ ഇൻസ്റ്റ അക്കൗണ്ട് മെൻഷൻ ചെയ്യാൻ കഴിയും. നോക്കട്ടെ, കൈയാണെങ്കിൽ മെൻഷൻ ചെയ്യാം. നമ്മള് ജസ്റ്റ് വെറുതെ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോ പോയതാണ്. എന്റെ താത്തെല്ലാം പോയിനപ്പോൾ പറഞ്ഞിട്ട് സർവീസ് ഒക്കെ നല്ലതാന്നൊക്കെ കേട്ടപ്പോ ഒന്ന് പോയി നോക്കിയതാണ്. അല്ലാതെ അപ്പം നല്ലൊരു സർവീസ്. പണിയെടുക്കുന്ന ഭായിമാരല്ല ആത്മാർത്ഥ, നല്ല വൃത്തിയിലാട്ടോ. ഭായിമാര് ഒരാള് ഗുജറാത്തിലുള്ള ഗുജറാത്തല്ല പഞ്ചാബുള്ള ആളാണ്. ആ മറ്റാള് ഗുരുന്ന മുപ്പത് പേര്. മറ്റേ വേറെ പേരാ നല്ല ചോദിച്ചില്ല. രണ്ടാളും നല്ല വർക്ക് നല്ല നോക്കി ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യണമല്ലോ. അപ്പം നല്ല സർവീസും നല്ല ഇതൊക്കെ അതിനോണ്ട് ജസ്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യാണ് വേണ്ടിയവർക്ക് പോകാൻ, അല്ലാതെ വേറെ ഒന്നുമല്ല. പോകേണ്ടവർക്ക് പോവാ. ഞാൻ ഇപ്പൊ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത ആളാണ്. ഓൾറെഡി ഞാൻ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ യാസിൻ്റെ സർവീസ് എല്ലാം ചെയ്യണുണ്ടപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമായി. കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു ടൈം എടുത്ത് നല്ല വൃത്തിയിലാണ് ചെയ്യണം. ബാക്കി എല്ലോടെ ഭയങ്കര പ്രൈസും ആണ്. പിന്നെ ആണെങ്കിൽ ഞാൻ പോയോടൊക്കെ എന്താ വെറുതെ ചെയ്യണ്ടേ, ഭയങ്കര തിരക്കും കാര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇതിലാണ്. ഇവിടെ നല്ല ഇതുണ്ട്, പിന്നെ നല്ല സ്പേസും കാര്യങ്ങളും. ഒരുപാട് ലേഡീസിന് വേറെ പുറത്തും ജെൻസിന് വേറെ. ജെൻസിനൊരു 3 ചെയർ പുറത്ത് 6 ചെയർ ഉണ്ടാവും അല്ലേ. അപ്പം പ്രൈവറ്റ് റൂം ഒക്കെ ഉണ്ട്. ഏരിയയിലുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം, നല്ലതായിരിക്കും. പിന്നെ ഞങ്ങളവിടെ പോകും അങ്ങനെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും സപ്പോർട്ട് വേണം ഗെയ്സ്. ഇനി
നിങ്ങൾ വീഡിയോ ക്വാളിറ്റി ഇല്ല പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ ഫുള്ള് 4K വീഡിയോ എടുക്കണേ. അതുപോലെ നിൻ്റെ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തായാലും മൈക്ക് മേടിക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ ഫോട്ടോഗ്രാഫി വർക്കിന് വേണ്ടിയിട്ട് വീഡിയോഗ്രാഫിക്ക് വേണ്ടിയിട്ട് ഞാൻ മൈക്കും മേടിക്കുന്നുണ്ട്. അപ്പോൾ ആ മൈക്ക് നമ്മൾ എന്ത് ചെയ്യും, യൂട്യൂബിന് വേണ്ടിയിട്ട് കൂടി യൂസ് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ കുറച്ചുകൂടെ ക്വാളിറ്റിയിലും വൃത്തിയിലും നമ്മുടെ വീഡിയോ കാണാം. മൈക്ക് മേടിക്കാനുള്ള ഇതിനാണ്. ചെറിയ മൈക്കല്ല, അതുകൊണ്ട് കുറച്ച് ഇതിനാ ഇതൊരു മേടിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ മറക്കണ്ട പറഞ്ഞാൽ ബൈ.